നമസ്കാരം. ഡിമാക്കിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ SEOയുടെ ഫങ്ഷൻസുകളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ സെർച്ച് എഞ്ചിൻ എന്തൊക്കെയാണെന്നും ഏറ്റവും പോപ്പുലറായിട്ടുള്ള സെർച്ച് എഞ്ചിൻസ് ഇന്ന് ഉപയോഗിക്കുന്ന ഏറ്റവും പോപ്പുലറായിട്ടുള്ള സെർച്ച് എഞ്ചിൻസ് ഏതൊക്കെയാണെന്നായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഒരു സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റിൽ വർക്ക് ചെയ്യുന്നതെന്നാണ്. നമുക്ക് പലപ്പോഴും ആശ്ചര്യം തോന്നിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്യുന്ന അതേ സെക്കൻഡിൽ തന്നെ നമ്മൾ അടിക്കുന്ന ഓരോ വാക്കിനും കണക്കാക്കിയിട്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മളുടെ സെർച്ച് എഞ്ചിൻ അല്ലെങ്കിൽ ഗൂഗിളിൽ മനസ്സിലായി ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഓപ്ഷൻസുകൾ അടിയിൽ ഓട്ടോമാറ്റിക്കലി വരാറുണ്ട്. അതിൻ്റെ റിസൾട്ടുകൾ മൈക്രോ സെക്കൻഡിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. ലോകത്തുള്ള കോടിക്കണക്കിന് വെബ്സൈറ്റുകൾ സെർച്ച് ചെയ്തിട്ടാണല്ലോ ഗൂഗിൾ ഇങ്ങനെ നമുക്ക് റിസൾട്ട് തരുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളുടെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന വെബ്സൈറ്റുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. മൂന്ന് ടേമാണ് ഇതിന് സാധാരണയായിട്ട് ഗൂഗിൾ ഉപയോഗിക്കുന്നത്. ആദ്യത്തത് മാതിരിയല്ല ഇപ്പോഴത്തെ ഗൂഗിൾ വർക്കിംഗ് സ്റ്റൈല്. ഇപ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ടുണ്ട്, ആക്യുറേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള റിസൾട്ട് ഗൂഗിളിന് തരാൻ കഴിയുന്നുണ്ട്. ഗൂഗിളിന് മാത്രമല്ല, മറ്റ് സെർച്ച് എഞ്ചിൻസിനും ഒരു പരിധിവരെ അങ്ങനെ തരാൻ കഴിയുന്നുണ്ട്. അപ്പം അതിനെ ഇവരുപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഗൂഗിൾ ഉപയോഗിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി എന്ന് പറഞ്ഞാൽ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള മിഷൻ ലേണിംഗ് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഗൂഗിളിൻ്റെ വർക്കിംഗ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഒരു വെബ്സൈറ്റിൽ ഗൂഗിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഒരു പുതിയ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്താൽ ഉടനെ ഗൂഗിളിന് അത് മനസ്സിലാവും. സപ്പോസ് അത് മനസ്സിലായില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമ്മളുടെ വെബ്സൈറ്റിന് ഗൂഗിളിന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ SEO ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ഗൂഗിളിനകത്ത് നമ്മളുടെ വെബ്സൈറ്റിനെ രജിസ്റ്റർ ചെയ്യിപ്പിക്കണം. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുമ്പോൾ ഫസ്റ്റ് ഘട്ടം നടക്കുന്നത് ക്രോളിംഗ് എന്ന് പറയുന്ന ഒരു ഘട്ടമാണ് ആദ്യം നടക്കുന്നത്. ആ ഒരു സ്റ്റേജിൽ ഗൂഗിളിൻ്റെ പ്രോഗ്രാമുകൾ നമ്മളുടെ വെബ്സൈറ്റിനെ മനസ്സിലാക്കാൻ തുടങ്ങും. ഇങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങുന്ന ആ ഒരു ഗൂഗിൾ പ്രോഗ്രാമിനെ രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഒന്ന് ഗൂഗിൾ ബോട്ട് എന്നറിയപ്പെടും, അല്ലെങ്കിൽ ഗൂഗിൾ സ്പൈഡർ എന്നറിയപ്പെടും. അപ്പോൾ ഈ ഗൂഗിൾ ബോട്ടുകൾ അഥവാ ഗൂഗിൾ സ്പൈഡേഴ്സ് എന്നറിയപ്പെടുന്ന ഈ പ്രോഗ്രാമുകൾ നമ്മളുടെ വെബ്സൈറ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ അതിനനുസൃതമായിട്ട് നമുക്ക് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള വശങ്ങളുണ്ട്. അത് നമുക്ക് വരുന്ന ഓരോ ക്ലാസ്സുകളിലായിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ടേം നമ്മൾ പഠിക്കേണ്ടത് ക്രോളിംഗ് എന്ന് പറയുന്ന ടേമാണ്. എന്താണ് ക്രോളിംഗ്? ഇതാണ് നമ്മളുടെ ഗൂഗിൾ സ്പൈഡറും അല്ലെങ്കിൽ ഗൂഗിൾ ബോട്ടുകളും നമ്മളുടെ വെബ്സൈറ്റിൽ ചെയ്യുന്നത്. നമ്മളുടെ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്താൽ ഉടനെ ഗൂഗിളിൻ്റെ പ്രോഗ്രാം വന്ന് നമ്മളുടെ ഹോം പേജിലേക്ക് കയറുന്നു. ഹോം പേജിലേക്ക് കയറിയിട്ട് നമ്മൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഗൂഗിളിന് മനസ്സിലാകുന്ന വിധത്തിൽ എഴുതിയിരിക്കുന്ന മൊത്തം സബ്ജക്റ്റും എടുക്കുന്നു. അതിൻ്റെ ടെക്സ്റ്റുകൾ കംപ്ലീറ്റ് എടുക്കുന്നു, അതിൻ്റെ ഇമേജസ് എടുക്കുന്നു, അതിൻ്റെ വീഡിയോസ് എടുക്കുന്നു. എല്ലാം എടുത്തതിന് ശേഷം എന്താണ് നമ്മളുടെ വെബ്സൈറ്റിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഈ കാര്യങ്ങൾ അത് ഒരു നോട്ടായിട്ട്, ഷോർട്ട് നോട്ടുകൾ മാതിരി അത് മനസ്സിലാക്കിയെടുക്കുന്നു. ഓരോ പേജിൽ നിന്നും അടുത്ത ഒരു പേജിലേക്ക് ഏതെല്ലാം ലിങ്കുകളുണ്ടോ, ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും കോണ്ടാക്ട് അസ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ അഡ്രസ്സിലേക്കും അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിലേക്കും ഒക്കെ പോകുന്നുണ്ടല്ലോ. അതേമാതിരി നമ്മളുടെ വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഏത് പേജും
ഓരോ ലിങ്കിലും ഈ ഗൂഗിൾ സ്പൈഡേഴ്സ് കയറിയിറങ്ങുന്നു. അതിനോടനുബന്ധിച്ച് വരുന്ന എല്ലാ രേഖകളും അല്ലെങ്കിൽ എല്ലാ ഡീറ്റെയിൽസുകളും ഗൂഗിള് മനസ്സിലാക്കിയെടുക്കുന്നു. ഇത് ചെറിയ ചെറിയ നോട്ടുകളാക്കിയിട്ട് ഗൂഗിളിൻ്റെ സർവറിൽ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. ഇങ്ങനെ ഒരു വെബ്സൈറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും, അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. H1 ടാഗ് ഉണ്ട്, ഹെഡിങ് ടാഗ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യം നമ്മൾ പറയാൻ ഉപയോഗിക്കുന്നത്. H1 എന്ന് കാണുന്നിടത്ത് ഗൂഗിൾ ബോട്ട് കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക, അലേർട്ടാവും. സോ ഈ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പേജിനകത്ത് ഗൂഗിളിന് മനസ്സിലാകാൻ വേണ്ടി എഴുതി വച്ചിരിക്കുന്ന ടാഗാണ് H1. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് ഗൂഗിളിന് ഒന്ന് അലേർട്ടാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗൂഗിളിന് മനസ്സിലാക്കാനാണ് നമ്മൾ H1 ടാഗ് ഉപയോഗിക്കുന്നത്. അതേമാതിരി മെറ്റ ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ, അങ്ങനെയൊക്കെ ഒരുപാട് ടെക്നിക്കൽ ടേംസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ടെക്നിക്കൽ ടേംസൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ഇത് കാണുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണ്, ഏതെല്ലാം പ്രശ്നത്തിൻ്റെ സൊല്യൂഷനാണ് നമ്മളുടെ വെബ്സൈറ്റ് കണ്ടൻറ്റുകൾ, നമ്മളുടെ പിക്ചർ എന്താണ്, ഈ പിക്ചർ കോപ്പിറൈറ്റഡ് പിക്ചറാണോ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പിക്ചറാണോ, വേറെ ഏതെങ്കിലും പിക്ചറുമായിട്ട് ഇതിന് സാമ്യമുണ്ടോ, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇത് ചെക്ക് ചെയ്യുന്നുണ്ട്, വീഡിയോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ട് ഷോർട്ട് നോട്ടുകളാക്കിയിട്ട് ഗൂഗിളിൻ്റെ സർവറിൽ സ്റ്റോർ ചെയ്യും. അതിന് പറയുന്ന പേരാണ് രണ്ടാമത്തെ ടെക്നിക്കൽ ടൈം ഇൻഡെക്സിങ്. ഇങ്ങനെ ഇൻഡെക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഓരോ പീരീഡ് കഴിയുമ്പോഴും ഗൂഗിളിൻ്റെ പ്രോഗ്രാംസ് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് ഇതിനകത്തുനിന്ന് കോപ്പിറൈറ്റഡ് കണ്ടൻറ്റുകളുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈറ്റിൽ നിന്ന് കോപ്പി അടിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഹെഡിങ്ങിലൊന്ന് നമ്മൾ പറയുന്നു, അതിൻ്റെ ബോഡി കണ്ടൻറ്റിനകത്ത് വേറെ പല കാര്യങ്ങൾ പറയുന്നു. ഇപ്പോൾ അതിനകത്ത് ഉദാഹരണം പറയാം. മോഹൻലാലിന് ഒരു അസുഖമുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാലം മുന്നേ ഒരു ന്യൂസ് വല്ലാതായി വന്നിരുന്നു. അങ്ങനെ ഒരു പത്രം തുടങ്ങി വെച്ച ഒരു കേസാണ്. അപ്പം അങ്ങനെ കൊടുത്തു. എന്നിട്ട് അടിയിൽ വരുമ്പോഴത്തേന് അവതാരകൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇന്ന അസുഖമുണ്ടോ? ഇല്ല എന്ന് മോഹൻലാൽ പറയുന്നു. ഈ ഒരു ടൈപ്പിലായിരുന്നു അന്നത് വന്നിരുന്നത്. പക്ഷേ അതിൻ്റെ ഹെഡിങ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് അത് ഭയങ്കര ഹിറ്റായിട്ട് ഓടിയ ഒരു ആർട്ടിക്കിളായിരുന്നു, ഒരു ന്യൂസായിരുന്നു. അപ്പോൾ അതേമാതിരി മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള കണ്ടൻറ്റുകൾ അതിനകത്തുണ്ടോ, ആൾക്കാരെ പറ്റിക്കുന്ന കണ്ടൻറ്റുകളുണ്ടോ, അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ ഒരു ക്വാളിറ്റി, നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ക്വാളിറ്റി, നമ്മളുടെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി ഗൂഗിളിൻ്റെ പ്രോഗ്രാമുകൾ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് ക്വാളിറ്റി ഇല്ലാത്ത കണ്ടൻറ്റുകൾ, മറ്റ് കണ്ടൻറ്റുകളും എല്ലാം കൂടെ എടുത്തിട്ട് അതെന്ത് ചെയ്യും, അവരുടെ ലിസ്റ്റിങ്ങിൽ നിന്ന്, അവരുടെ ഇൻഡെക്സിൽ നിന്ന് അവരെന്ത് ചെയ്യും, എടുത്ത് ഒഴിവാക്കും. ഇങ്ങനെ ഇൻഡെക്സിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം വരുന്ന വെബ്സൈറ്റുകളുടെ കണ്ടൻറ്റിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച്, കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ആൾക്കാർ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ ആ ഒരു ട്രാഫിക് ബേസ് ചെയ്തിട്ട് ഇങ്ങനെ പല പല മാനദണ്ഡങ്ങൾ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ വെബ്സൈറ്റുകളെ 1, 2, 3, 4 എന്നുള്ള റാങ്കിങ് കൊടുക്കും. ഓരോ കീവേഡിനും ഇന്ന വെബ്സൈറ്റ് റാങ്ക് 1, ഇന്ന വെബ്സൈറ്റ് റാങ്ക് 2, അങ്ങനെ നമുക്ക് കൊടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് കാലിക്കട്ട്, എന്താ പറയുക, ഫ്ലാറ്റ്സ് ഇൻ കാലിക്കട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് വരുന്ന ഫസ്റ്റ് ഈ 4 റിസൾട്ടുകൾ സ്പോൺസേഡ് എന്നാണ് കാണിക്കുന്നത്. അത് പെയ്ഡ് റിസൾട്ടാണ്. അതിന് ശേഷം വരുന്നത് ലോക്കൽ റിസൾട്ടാണ്. അതിന് ശേഷം വരുന്ന റിസൾട്ടുകൾ നോക്കുക. അപ്പോൾ ഈ റിസൾട്ട്, ഈ ഒരു വെബ് പേജുകളായിരിക്കും ഏറ്റവും കൂടുതൽ ട്രാഫിക് വരുന്നത്. കൂടുതൽ ട്രാഫിക് വരുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഏറ്റവും തുടക്കത്തിൽ പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പെയ്ഡ് ആയിട്ട് വരുന്ന ഈ ഒരു റിസൾട്ടിന് നമ്മൾ പെയ്ഡ് റിസൾട്ട് എന്നാണ് പറയുന്നത്. അതല്ല, പെയ്ഡ് അല്ലാതെ വരുന്ന റിസൾട്ടിന് നമ്മൾ ഓർഗാനിക് റിസൾട്ട് എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു ടൈമൊക്കെ നമുക്ക് പിന്നീട് ഓരോ ക്ലാസ്സിലായിട്ട് പഠിക്കാൻ, ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പം ഇങ്ങനെ നമ്മളുടെ വെബ്സൈറ്റിൽ നിന്ന് ഡാറ്റാസുകൾ എടുത്തിട്ട് ഇൻഡെക്സ് ചെയ്തിട്ട് അതിനെ റാങ്ക് ചെയ്തിട്ടാണ് ഗൂഗിളിൻ്റെ സെർവറുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തെ എല്ലാ വെബ്സൈറ്റിലേക്കും, ഇപ്പം നമ്മൾ നേരത്തെ സെർച്ച് ചെയ്ത് ഫ്ലാറ്റ്സ് ഇൻ കാലിക്കട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ
ഈ ലോകത്തെ എല്ലാ വെബ്സൈറ്റിലും കയറി ഇറങ്ങിയിട്ടല്ല ഗൂഗിൾ ലിസ്റ്റ് ചെയ്യുന്നത്. പകരം ഗൂഗിളിൻ്റെ ഇൻഡെക്സിങ്ങിലേക്ക് പോയി റാങ്ക് അനുസരിച്ച് ഓരോ വെബ്സൈറ്റിൻ്റെയും ഡീറ്റെയിൽസുകൾ ജസ്റ്റ് അപ്പം തന്നെ ക്രിയേറ്റ് ചെയ്ത് ഒരു പുതിയ പേജായിട്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. നമ്മൾ എപ്പോഴാണോ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമാണ് ഗൂഗിൾ ബോട്ടുകൾ അല്ലെങ്കിൽ നെയിം സെർവറുകൾ നമ്മളെ നേരെ എന്ത് ചെയ്യുന്നത്, ആ ഒരു സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. അല്ലാതെ ഗൂഗിൾ ഒരിക്കലും നമ്മൾ സെർച്ച് ചെയ്യുന്ന ആ സെയിം ടൈമിൽ ലോകത്തെ എല്ലാ വെബ്സൈറ്റുകളിലും ചെക്ക് ചെയ്യുന്നില്ല. പകരം ഒരു പുതിയ വെബ്സൈറ്റുകളും ഹോസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഉടനെ ഗൂഗിളിൻ്റെ റോബോട്ടുകൾ, ഗൂഗിൾ ബോട്ട് അല്ലെങ്കിൽ ഗൂഗിൾ സ്പൈഡേഴ്സ് വെബ്സൈറ്റിലേക്ക് വരുന്നു. അതിൽ ഗൂഗിളിന് ആവശ്യമുള്ള കണ്ടൻറ്റുകൾ എടുത്തു പോയിട്ട് ഷോർട്ട് നോട്ടുകളായിട്ട് സെർവറിൽ സെറ്റ് ചെയ്യുന്നു. ആ സെർവറുകൾ ക്വാളിറ്റി അനുസരിച്ച് റാങ്ക് ചെയ്തിട്ട് സെർവറിൽ സ്റ്റോർ ചെയ്യുന്നതിനാണ് ഇൻഡെക്സിങ്. അത് കഴിഞ്ഞിട്ട് ക്വാളിറ്റി അനുസരിച്ച് അറേഞ്ച് ചെയ്യുന്നതിന് റാങ്കിങ് എന്ന് പറയുന്നു. ഇങ്ങനെയാണ് വളരെ മൈക്രോ സെക്കൻഡുകളുടെ ഫാസ്റ്റ്നെസ്സിൽ, മൈക്രോ സെക്കൻഡുകളുടെ സ്പീഡിൽ ഗൂഗിള് നമുക്ക് റിസൾട്ടുകൾ പ്രിൻ്റ് ചെയ്യുന്നത്. ഒരു SEO പഠിക്കുന്ന ആൾ എന്നുള്ള നിലയിൽ ഈ പ്രവർത്തനം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ പ്രവർത്തനത്തിന് പറ്റുന്ന വിധത്തിലായിരിക്കണം നമ്മളുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നാളെ നമ്മളൊരു പുതിയ വെബ്സൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. അത് ഇനി വരുന്ന ഓരോ വീഡിയോസിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബൈ.